കേരളത്തിലെ ജില്ലകളിൽ അടുത്തതായി മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ലയും മലപ്പുറമാണ്. മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ലയും മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ജില്ലയും മലപ്പുറം. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയും മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലിസ് പ്ലോട്ട് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1861 തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് 1998 മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. സേവന മികവിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മലപ്പുറം. മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയാണ് 1903 വൈദ്യരത്നം PS വാര്യർ കോട്ടക്കലിൽ നിന്നും ആരംഭിച്ച ധന്വന്തരി. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം നിയമസഭാ പ്രതിനിധിയായിരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച C. ഹരിദാസ് ആണ്. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ. നിള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി നദിയാണ് ഭാരതപ്പുഴ. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് കേരളത്തിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്നതും പൊന്നാനിയാണ്. മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമല. കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത് 1921 വാഗൺ ട്രാജഡിയെയാണ്. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത്
1921 വാഗൺ ട്രാജഡിയെയാണ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി മങ്കട കൃഷ്ണവർമ്മ രാജ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മങ്കട കൃഷ്ണവർമ്മ രാജ. മാമാങ്കത്തിന് വേദിയായ ഭാരതപ്പുഴയ്ക്ക് തീരത്തുള്ള സ്ഥലമാണ് തിരുനാവായ. മാമാങ്കത്തിന് വേദിയായ ഭാരതപ്പുഴയ്ക്ക് തീരത്തുള്ള സ്ഥലമാണ് തിരുനാവായ. നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യർ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യർ. മലബാർ കലാപ സമയത്ത് വിപ്ലവകാരികൾ ഭരണാധികാരിയായി വാഴിച്ച വ്യക്തി ആലി മുസലിയാർ. മലബാർ കലാപ സമയത്ത് വിപ്ലവകാരികൾ ഭരണാധികാരിയായി വാഴിച്ച വ്യക്തിയാണ് ആലി മുസലിയാർ. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ല. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയ്ക്ക് അടുത്തുള്ള ചന്ദനക്കാവിലാണ്. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയ്ക്ക് അടുത്തുള്ള ചന്ദനക്കാവിൽ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. വാഗൺ ട്രാജഡി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ലയാണ് മലപ്പുറം. കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ലയാണ് മലപ്പുറം. കേരള ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയെയാണ്. കേരള ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയെ. കേരളത്തിൻ്റെ ധന്വന്തരി ഗ്രാമം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. കേരളത്തിൻ്റെ ധന്വന്തരി ഗ്രാമം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. മലപ്പുറത്തിൻ്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്കിനെയാണ്. മലപ്പുറത്തിൻ്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്ക്. ഇന്ത്യയിൽ വൈഫൈ നിലവിൽ വന്ന ആദ്യ മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ആദ്യ പരാതിരഹിത മുനിസിപ്പാലിറ്റി എന്നിവ മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. ഇന്ത്യയിൽ വൈഫൈ നിലവിൽ വന്ന ആദ്യ മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ആദ്യ പരാതിരഹിത മുനിസിപ്പാലിറ്റി എന്നിവ മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിൽ അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അക്ഷയ പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി ICDS ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ. വർഷം 1975. കേരളത്തിൽ ആദ്യമായി ICDS ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ. ആരംഭിച്ച വർഷം 1975. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. കേരളത്തിലെ ആദ്യ SC/ST കോടതി സമുച്ചയം നിലവിൽ വന്നത് മഞ്ചേരിയിൽ. കേരളത്തിലെ ആദ്യ SC/ST കോടതി നിലവിൽ വന്നത് മഞ്ചേരിയിൽ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ.
സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ പക്ഷിസങ്കേതമാണ് കടലുണ്ടി വള്ളിക്കുന്നം. സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ പക്ഷിസങ്കേതമാണ് കടലുണ്ടി വള്ളിക്കുന്നം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചമ്രവട്ടം പാലമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചമ്രവട്ടം പാലം. തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചമ്രവട്ടം പാലത്തിന് ഏകദേശം 978 മീറ്റർ നീളമുണ്ട്. തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചമ്രവട്ടം പാലത്തിന് 978 മീറ്ററാണ് നീളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്താണ് താനൂർ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ താനൂർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ. വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ ആദവനാട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ ആദവനാട്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ പ്രധാന കായലാണ് BM കായൽ. മലപ്പുറം ജില്ലയിലെ പ്രധാന കായലാണ് BM കായൽ. ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസികാശുപത്രിയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക രോഗാശുപത്രിയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിലേത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. COVID-19 പ്രതിരോധത്തിനായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. COVID-19 പ്രതിരോധത്തിനായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷര പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര. രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര. ഇന്ത്യയിലെ ഏക ഗരുഡക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് ഗരുഡക്ഷേത്രം. ഇന്ത്യയിലെ ഏക ഗരുഡക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് ഗരുഡക്ഷേത്രം. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക്. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക്. മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണം എഴുത്തോല എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണം എഴുത്തോല എന്ന പേരിൽ അറിയപ്പെടുന്നു. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ. ഇടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ. ഇടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രശസ്തരായ കുറച്ച് വ്യക്തികൾ: എഴുത്തച്ഛൻ, പൂന്താനം നമ്പൂതിരി, EMS നമ്പൂതിരിപ്പാട്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, മോയിൻകുട്ടി വൈദ്യർ, ഇടശ്ശേരി, ഉറൂബ്, നന്ദനാർ, PS വാര്യർ. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുറച്ച് പ്രശസ്തരായ വ്യക്തികളാണ് എഴുത്തച്ഛൻ, പൂന്താനം, EMS, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, മോയിൻകുട്ടി വൈദ്യർ, ഇടശ്ശേരി, ഉറൂബ്, നന്ദനാർ, PS വാര്യർ. കേരളത്തിലെ ജില്ലകളിൽ ഇന്ന് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല രൂപീകൃതമായ വർഷം 1957 ജനുവരി 1. പാലക്കാട് ജില്ല രൂപീകൃതമായ വർഷം 1957 ജനുവരി 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ ധാന്യപുര എന്നീ പേരുകളിലും പാലക്കാട് ജില്ല അറിയപ്പെടുന്നു.
കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നീ പേരുകളിലും പാലക്കാട് ജില്ല അറിയപ്പെടുന്നു. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരത്തിനെയാണ്. പാലക്കാട് ചുരത്തിനെയാണ് കേരളത്തിലേക്കുള്ള കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ. കേരളത്തിൻ്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ പട്ടികജാതിക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട്. പട്ടികജാതിക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. സമ്പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യ നഗരവും പാലക്കാടാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയും പാലക്കാടാണ്. സമ്പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയും പാലക്കാടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കണ്ണാടി. പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. LED ഗ്രാമം പദ്ധതി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയ ഗ്രാമമാണ് പെരിങ്ങോട്ടുകുറിശി. LED ഗ്രാമം പദ്ധതി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയ ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശി. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായതും പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായതും പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്കാണ് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്കാണ് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് തൂതപ്പുഴയിലെ മീൻവല്ലം. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് തൂതപ്പുഴയിലെ മീൻവല്ലം. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജാണ് കൽപ്പാത്തി അഗ്രഹാരം. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജാണ് കൽപ്പാത്തി അഗ്രഹാരം. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ. KK നീലകണ്ഠൻ്റെ പേരിലാണ് ചൂളന്നൂർ അറിയപ്പെടുന്നത്. KK നീലകണ്ഠൻ്റെ പേരിലാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത്. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മങ്കര. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മങ്കര. മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേകം സൗകര്യമൊരുക്കിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. കേരളത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഫാൻറ്റസി പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഫാൻറ്റസി പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി.
കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷിക്കായി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷിക്കായി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കുന്നത് സൈലന്റ് വാലിയെയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കുന്നത് സൈലന്റ് വാലിയെയാണ്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂറിനെയാണ്. പഴയകാലത്ത് നാലുദേശം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ചിറ്റൂർ. പഴയകാലത്ത് നാലുദേശം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ചിറ്റൂർ. അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൽപ്പാത്തി ക്ഷേത്രം. അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൽപ്പാത്തി ക്ഷേത്രം. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യമാണ് പാലക്കാട്. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യമാണ് പാലക്കാട്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി. എം.ടി. വാസുദേവൻ നായർ ജനിച്ച സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ. എം.ടി. വാസുദേവൻ നായർ ജനിച്ച പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് കൂടല്ലൂർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടായിയിലാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടായിയിൽ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലത്ത്. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലത്ത്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് നെല്ലിയാമ്പതി. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലം നെല്ലിയാമ്പതി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം ഒലവങ്കോട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനമാണ് ഒലവങ്കോട്. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് പട്ടാമ്പി. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശം മേനോൻപാറ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് മേനോൻപാറ. മലബാർ സിമൻസ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ. മലബാർ സിമൻസ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 4 ദിശകളിൽ ഗതാഗതമുള്ള കേരളത്തിലെ ഏക റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ. 4 ദിശകളിൽ ഗതാഗതമുള്ള കേരളത്തിലെ ഏക റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ. പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് കണ്ണിയാർ കളി. പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് കണ്ണിയാർ കളി. പാലക്കാട്ടെ നാട്ടുരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് ശേഖരി വർമ്മന്മാർ എന്നാണ്. പാലക്കാട്ടെ നാട്ടുരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് ശേഖരി വർമ്മന്മാർ എന്നാണ്. കേരളത്തിൽ ഓറഞ്ച് കൃഷിയുള്ള ഏക ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഓറഞ്ച് കൃഷിയുള്ള ഏക ജില്ലയാണ് പാലക്കാട്. കോയമ്പത്തൂർ നഗരത്തിൽ ജലമെത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ്. കോയമ്പത്തൂർ നഗരത്തിൽ ജലമെത്തിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ്. അട്ടപ്പാടി വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം.
അട്ടപ്പാടി വനവത്കരണ പദ്ധതിയുടെ ഭാഗമായി പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം. ചെണ്ട, മദ്ദളം തുടങ്ങിയ തുകൽ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പെരുവേമ്പ. ചെണ്ട, മദ്ദളം തുടങ്ങിയ തുകൽ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പെരുവേമ്പ. ചിറ്റൂർ പുഴ, അമരാവതി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ, അമരാവതി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. അട്ടപ്പാടി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ജപ്പാൻ. അട്ടപ്പാടി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ജപ്പാൻ. നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ മല ഏതാണ്? നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ മല രായിരനെല്ലൂർ മല. രായിരനെല്ലൂർ മല. പന്തിരുകുലത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പന്തിരുകുലത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ തൃത്താല. പാലക്കാട് ജില്ലയിലെ തൃത്താലയാണ് പന്തിരുകുലത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ലയാണ് പാലക്കാട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം.ടി. വാസുദേവൻ നായരെയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം.ടി. വാസുദേവൻ നായരെ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി. കുഞ്ഞിരാമൻ നായരെയാണ്. നിളയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് പി. കുഞ്ഞിരാമൻ നായർ. പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഒ. വി. വിജയൻ. പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഒ. വി. വിജയൻ. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള നൃത്ത നാടകമാണ് മീനാക്ഷി കല്യാണം. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള നൃത്ത നാടകമാണ് മീനാക്ഷി കല്യാണം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം. കേരളത്തിലെ ആദ്യത്തെ അമൃത് നഗരമാണ് പാലക്കാട്. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് പാലക്കാട് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ നിലവിൽ വരുന്നത് മലമ്പുഴയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ നിലവിൽ വരുന്നത് മലമ്പുഴയിൽ. കേരളത്തിലെ ആദ്യ ഓപ്പൺ ജിംനേഷ്യം നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ ജിംനേഷ്യം നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ പഞ്ചായത്താണ് പടവയൽ. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ പഞ്ചായത്താണ് പടവയൽ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശിമംഗലം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശിമംഗലം. കൊക്കക്കോള കമ്പനിക്കെതിരെ കുടിവെള്ള സമരം നടന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമട. കൊക്കക്കോള കമ്പനിക്കെതിരെ കുടിവെള്ള സമരം നടന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് പ്ലാച്ചിമട. പ്ലാച്ചിമട കുടിവെള്ള സമരത്തിന് നേതൃത്വം നൽകിയത് മൈലമ്മ. പ്ലാച്ചിമട കുടിവെള്ള സമരത്തിന് നേതൃത്വം നൽകിയത് മൈലമ്മ. പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രമാണ് ജൈനിമേട്. പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രമാണ് ജൈനിമേട്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് നാഷണൽ ഹൈവേ 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് നാഷണൽ ഹൈവേ 544. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ വാളയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ വാളയാർ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്ക്. മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശിയാണ് റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലിയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശിയാണ് റോബർട്ട് വൈറ്റ്.
കേരളത്തിൽ ഗുഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് ആനക്കര. കേരളത്തിൽ ഗുഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് ആനക്കര. പാലക്കാട് ജില്ലയിലെ പ്രശസ്തരായ വ്യക്തികൾ: ഒളപ്പമണ്ണ, OV വിജയൻ, കാർട്ടൂണിസ്റ്റ് ശങ്കർ, MD വാസുദേവൻ നായർ, KK നീലകണ്ഠൻ, പാലക്കാട് മണിയയ്യർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, മെട്രോമാൻ എന്നറിയപ്പെടുന്ന E. ശ്രീധരൻ, മാതൃഭൂമിയുടെ സ്ഥാപകരിൽ ഒരാളും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ KP കേശവമേനോൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ അധ്യക്ഷനായിരുന്ന TN ശേഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയായ C. ശങ്കരൻ നായർ, ശശി തരൂർ എന്നിവർ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ ജില്ലകളിൽ ഇന്ന് കോഴിക്കോട് ജില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. പ്രഥമ കേരള സന്ദർശനത്തിന് എത്തിയ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലമാണ് കോഴിക്കോട്. പ്രഥമ കേരള സന്ദർശനത്തിന് എത്തിയ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം നിലവിൽ വന്ന നഗരം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം നിലവിൽ വന്ന നഗരം കോഴിക്കോട്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പിലാക്കിയ സ്ഥലമാണ് കോഴിക്കോട്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയ സ്ഥലമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി മുതൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് വരെയുള്ള പ്രദേശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി മുതൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് വരെയുള്ള പ്രദേശമാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിൽ ആദ്യമായി സിനിമ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ്. കേരളത്തിൽ ആദ്യമായി സിനിമ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ശില്പ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ശില്പ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥാപിച്ചത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥാപിച്ചത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ബിസിനസ് ചരിത്ര മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ്. കേരളത്തിലെ ആദ്യ ബിസിനസ് ചരിത്ര മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത്. ഒരു പട്ടണത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. ഒരു പട്ടണത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോടാണ്. വർഷം 1973. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. സ്ഥാപിതമായ വർഷം 1973. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് കോഴിക്കോട് ആസ്ഥാനമായി അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് കോഴിക്കോട് ആസ്ഥാനമായി അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ്.
കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥാപിതമായത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥാപിതമായത് കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ. ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് തുറമുഖമാണ്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് തുറമുഖമാണ്. കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന പേരിൽ പരാമർശിച്ച ചരിത്രകാരനാണ് ഇബ്നു ബത്തൂത്ത. കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന പേരിൽ പരാമർശിച്ച ചരിത്രകാരനാണ് ഇബ്നു ബത്തൂത്ത. പട്ടുമരയ്ക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനെയായിരുന്നു. പട്ടുമരയ്ക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനെ. ഫറോക്കിൻ്റെ പഴയ പേരാണ് മമ്മിളി ദേശം. ഫറോക്കിൻ്റെ പഴയ പേരാണ് മമ്മിളി ദേശം. അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടിനെയാണ്. അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ SK പൊറ്റക്കാട്. കടത്തനാടിൻ്റെ പഴയ പേരാണ് ഘടോൽക്കജക്ഷിതി. കടത്തനാടിൻ്റെ പഴയ പേരാണ് ഘടോൽക്കജക്ഷിതി. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. ഓട് വ്യവസായത്തിന് പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഫറോക്ക്. ഓട് വ്യവസായത്തിന് പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഫറോക്ക്. കടലാമകളുടെ സംരക്ഷണത്തിന് പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കൊളാവി പാലം. കടലാമകളുടെ സംരക്ഷണത്തിന് പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കൊളാവി പാലം. 1923 കോഴിക്കോട് ആസ്ഥാനമാക്കിയാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1923 കോഴിക്കോട് ആസ്ഥാനമാക്കിയാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തച്ചോളി ഒതേനൻ ജനിച്ച സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ വടകര. തച്ചോളി ഒതേനൻ ജനിച്ച സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകര. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോട്. സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ടിപ്പു സുൽത്താൻ തൻ്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമാക്കിയത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനെ. ടിപ്പു സുൽത്താൻ തൻ്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമാക്കിയത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്. രേവതി പട്ടത്താനത്തിൻ്റെ വേദിയായിരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രം. രേവതി പട്ടത്താനത്തിൻ്റെ വേദിയായിരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രം. പണ്ടുകാലത്ത് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? പണ്ടുകാലത്ത് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി. പണ്ടുകാലത്ത് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയം. വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലം 1498 കോഴിക്കോടിനടുത്ത കാപ്പാടെ പന്തലായനി കടപ്പുറത്താണ് വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് 1498 കോഴിക്കോടിനടുത്തെ കാപ്പാട് എന്ന സ്ഥലത്തെ പന്തലായനി കടപ്പുറത്ത്. അടുത്ത ചോദ്യം, മലബാറിനെ ബോംബെ പ്രവിശ്യയിൽ നിന്ന് മാറ്റി മദ്രാസ് പ്രവിശ്യയിൽ ചേർത്ത വർഷം 1800. മലബാറിനെ ബോംബെ പ്രവിശ്യയിൽ നിന്ന് മാറ്റി മദ്രാസ് പ്രവിശ്യയിൽ ചേർത്ത വർഷം 1800. കോഴിക്കോടിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം 1967. കോഴിക്കോടിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം 1967. 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ചേലക്കോടൻ ആയിഷ എന്ന നവസാക്ഷരയാണ്.
1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ചേലക്കോടൻ ആയിഷ എന്ന നവസാക്ഷരയാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട്. വാസ്കോഡ ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിൽ. വാസ്കോഡ ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിൽ. കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മാനാഞ്ചിറ. കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മാനാഞ്ചിറ. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നത് കോഴിക്കോടാണ്. ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നത് കോഴിക്കോട്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് പെരുവണ്ണാമൂഴി. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് വിഭജനം നടന്നപ്പോൾ ഇല്ലാതായതുമായ ജില്ലയാണ് മലബാർ. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നതും എന്നാൽ പിന്നീട് വിഭജനം നടന്നപ്പോൾ ഇല്ലാതായതുമായ ജില്ലയാണ് മലബാർ. ലക്ഷദ്വീപ് 1956 കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചപ്പോൾ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ലക്ഷദ്വീപ് 1956 കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചപ്പോൾ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട് ജില്ലയിലെ സ്പെക്ടേറ്റർ പ്രസ്സിൽ നിന്നാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട് ജില്ലയിലെ സ്പെക്ടേറ്റർ പ്രസ്സിൽ നിന്നാണ്.